Hi, hello friends, welcome back to the channel and I hope you guys are doing absolutely fine. This is a recipe or food items in the kitchen. We will dish. പക്ഷേ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഈ സാധനത്തിന് ആവശ്യം വരും. നമ്മൾ എന്താ പറയുക, നെയ്യും എണ്ണയൊക്കെ ഒരുപാട് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. ഇപ്പോൾ ചില എണ്ണയൊക്കെ എന്ന് വെച്ചാൽ ഗം പോലെ ഒട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കോക്കനട്ട് ഓയിലല്ല, അല്ലാത്ത ഓയിലൊക്കെ ഗം പോലെ നമ്മൾ കുക്കറിൻ്റെ സൈഡിലും എന്താ പാത്രത്തിൻ്റെ സൈഡിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ മണ്ടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗമ്മ് പോലെയാണ് ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എത്ര സോപ്പിട്ട് കഴിയാലും ആ ഓയിലി അപ്പിയറൻസ് മാറത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടംപോലെ ഡിഷ് വാഷും ലോഷനൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സംഭവം ഉപയോഗിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് പോകുന്നുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, സാധാരണ സോൾട്ട്, 2 നാരങ്ങ, പിന്നെ നമുക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ, നമ്മുടെ വിനീഗർ. ഇത് നമ്മൾ ഒറിജിനൽ വിനീഗർ അല്ല, സിന്തറ്റിക് വിനീഗർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പിന്നെ ഇത് നമ്മൾ എടുത്ത നാരങ്ങയുടെ തൊണ്ട്, നാരങ്ങ ജ്യൂസ്, ലൈം ജ്യൂസിന് പിഴിഞ്ഞ് നാരങ്ങയുടെ തൊണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാരങ്ങയും കൊടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ നാരങ്ങ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വേവിക്കണം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വേവിക്കണം. വേവിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാരങ്ങയെല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട ഇതേപോലെ, ഇത് നമ്മൾ ഫുൾ നാരങ്ങ, മറ്റേ നമ്മൾ തൊണ്ടൊക്കെ വേണ്ട ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ മുങ്ങിക്കിടക്കുന്ന അളവിലുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. വേവിച്ചിട്ട് നമുക്ക് ഇതിനെ മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലെപ്പോഴും യൂസ് ചെയ്യാത്തൊരു പാത്രം എടുത്താൽ മതി. അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രമൊന്നും എടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി ജ്യൂസൊക്കെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് വെന്ത് വരും. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തിളച്ചിങ്ങനെ തൂയിപ്പോവും. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് അനക്കി കൊടുക്കാം. ഒരുമാതിരി ഇതിങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കാരണം നമുക്ക് തൊണ്ടൊക്കെ സെപ്പറേറ്റ് ഇട്ട് അരച്ചെടുക്കണം. ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് അരിപ്പിൽ അരിച്ചെടുക്കാം. തൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിലപ്പോൾ അരഞ്ഞ് വരത്തില്ല. നമുക്ക് തൊണ്ടൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ തൊണ്ടൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത്. നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാക്കുമ്പോൾ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അര കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തൊണ്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, വേവിച്ച ജ്യൂസ്, അത് നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിക്കുക. അപ്പോൾ നമ്മൾ ആ തൊണ്ടും ജ്യൂസും എല്ലാം ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സായി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഉപ്പ്. കണ്ടോ, നമ്മൾ ഇത്രയ്ക്ക് ഉപ്പാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ 5-6 ടേബിൾ സ്പൂണോളം ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ട് ഒന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ നാരങ്ങയായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉരുകി വരും. പിന്നെ നമുക്കൊരു 1/2 കപ്പ് വിനീഗർ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സിന്തറ്റിക് വിനീഗറാണ് ചേർക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് പത വരത്തില്ല. മീൻസ് നമ്മൾ സോപ്പ് കഴുകുന്നതിൽ പത വരത്തില്ല. പക്ഷേ നമ്മൾ എണ്ണയുടെ മെഴുക്കും ബട്ടറിൻ്റെ എല്ലാത്തിൻ്റെ മെഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ള നമ്മുടെ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും. അതാണ് കാര്യമാക്കേണ്ട. നല്ല ജസ്റ്റ് ഇങ്ങനെ ഇളകി കൊടുത്തത്, ബേക്കിംഗ് പൗഡർ ചേർത്ത് ഇളകി കൊടുത്തത്, അപ്പോഴത്തേനും ആ പതയൊക്കെ മാറും. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഇറക്കി നമുക്ക് നല്ല തണുപ്പിച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഷാമ്പൂ ഒക്കെ വാങ്ങുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒഴിച്ച്, അല്ലെങ്കിൽ പഴയ നമ്മുടെ ഡിഷ് വാഷിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർക്കുമ്പോഴത്തേനും കണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ പതയുണ്ടാവും.
ചേർത്ത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയാൽ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ പതയുണ്ടാവും. അത് നാരങ്ങ നീരും നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഒരു പത വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇന്ന് അടുപ്പ് നിറക്കി നമുക്കൊന്ന് തണുപ്പിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ബോട്ടിലൊക്കെ ഒഴിച്ച് നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ നമുക്കടുത്ത് യൂസ് ചെയ്യാം. ഇത് 100% ഓർഗാനിക്കാണ്. അപ്പം കൈക്ക് കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.